ഹലോ ഗൈസ്, നമ്മുടെ സ്വന്തം പാലക്കാട് ഗുണ കേവ് വന്ന എങ്ങനെയല്ലേ പോയി കാണാതിരിക്കുക. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇതേ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും പാലക്കാട് നിന്ന് ഗുണ കേവ് ഒക്കെ പോയിട്ടുണ്ടാവും. അത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. എന്തായാലും വീട്ടിൽ നമ്മൾ പോയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ലേ, ശരിക്കും ഒരു ഗുണ കേവിൻ്റെ എൻട്രൻസ് പോലൊക്കെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് പോയതിന് ശേഷം പേടിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിച്ചൂസിനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അതിനൊന്നും പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല രസമായിരുന്നു, ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. അവരത് ക്രിയേറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ദേ ഇവിടുന്ന് ഈ ചിരിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വെറുതെ ചിരിച്ച് കാണിച്ചതാണ്. ലെച്ചൂസ് പേടിച്ചു കേട്ടോ. മിച്ചൂസിന് പിന്നെ ഇതൊന്നും ഒരു പേടിയായിട്ട് തോന്നിയില്ല. ചുമ്മാ നമ്മൾ ആ ഒരു വഴിയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇതേ കണ്ടില്ലേ, ആളിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ മിച്ചൂസിന് ചെറിയൊരു പേടി വന്നു കേട്ടോ. ഞാൻ ആദ്യം അത് കണ്ടില്ല, വിനോദം വിളിച്ച് കാണിച്ചു തന്നപ്പോഴത് നോക്കുന്നു കേട്ടോ. പിന്നെ മിച്ചൂസ് ആണെങ്കിൽ നല്ല കരയാനായിട്ട് തുടങ്ങി അത് കണ്ടപ്പം. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഈ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉള്ള അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു അസ്ഥികൂടമൊക്കെ കണ്ടത് കേട്ടോ. അതിനൊന്നും പേടിച്ചൊന്നുമില്ല, അതിനൊക്കെ ടാറ്റ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടിപൊളി ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം ചാടുന്ന പോലെ പല രീതിയിലുള്ള സെറ്റപ്പുകളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ശേഷം ഫൈനലി ഗുണ കേവിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പിക്കോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു എൻട്രൻസ് ഭാഗം അവസാനിച്ചു കേട്ടോ. അവിടെ നമ്മളൊരു കിടിലം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ സ്നോ വേൾഡിലേക്കാണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു എൻട്രൻസ് ആയിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നത്. മിച്ചൂസിനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിലും ഈ സ്നോ ഒക്കെ ഇവർക്ക് കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ കണ്ടില്ലേ, മിച്ചൂസ് അവിടെയുള്ള ഒരു ആനിമേഷൻ പിക്ചേഴ്സ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്, അതിനോടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ ആനിമേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പോലെയൊക്കെ തന്നെ മിച്ചൂസും കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണല്ലേ നമ്മൾ മിസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെയൊക്കെ കൂട്ടി പോയത് കേട്ടോ. പിന്നെ പിള്ളേർക്ക് അടിപൊളിയായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു പേടി നിറഞ്ഞ വഴിയാണെങ്കിലും പിന്നീട് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻലി അവിടുത്തെ ഇതുപോലെ ആനിമേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും സ്നോയും ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയതിന് വെർത്തായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ഇതൊക്കെ കണ്ട് ലെച്ചൂസും മിച്ചൂസും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അച്ഛനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് മാത്രമല്ല, ഈ വീഡിയോൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാത്തവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ.